കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ നിത്യാനന്ദ റായ് അവതരിപ്പിച്ച എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ലിനെ തുടർന്ന് സംസാരിച്ച അമിത്ഷാ ബില്ലിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു ധർമ്മശാലയല്ല. ഇവിടെ വിദ്യാഭ്യാസത്തിനും ഒപ്പം തന്നെ ചികിത്സയ്ക്കും വിനോദസഞ്ചാരത്തിനുമായി ആർക്കും എത്താം. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അനധികൃതമായി ഇവിടെ കുടിയേറാൻ എത്തിയവർക്ക് നേരെ കർശനമായ നടപടികൾ തന്നെ ഉണ്ടാകും എന്ന് തന്നെ ആണ് ഈ ബില്ലിലൂടെ വിവക്ഷിക്കുന്നത് എന്നും അമിത്ഷാ പറയുകയുണ്ടായി. അതായത് നിയമപരമല്ലാത്ത വഴികളിലൂടെ, അതായത് വാലിഡ് അല്ലാത്ത പാസ്പോർട്ടുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് കടക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവുമാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഒപ്പം തന്നെ വ്യാജ ഡോക്യുമെൻ്റ് ചമയ്ക്കുന്നവർക്ക് 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. ഒപ്പം തന്നെ അനധികൃതമായി എത്തുന്നവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ സീസ് ചെയ്യും. അവർക്ക് 5 ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കും. കാരണം ഈ അനധികൃതമായി ഉള്ളവർക്ക് താമസ സൗകര്യം ഒപ്പം വാഹനമൊക്കെ നൽകുന്നവർക്കും ഈ ശിക്ഷ ബാധകമായിരിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം, മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ റോഹിംഗ്യകളടക്കം ഇന്ത്യയിലേക്ക് കൂടുതലായി എത്തുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഇവരെ കർശനമായി നേരിടുക തന്നെ ചെയ്യും. അതിനാലാണ് പുതിയ ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നത്. അതിൻ്റെ നിയമങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കും എന്ന് പറയുന്നു. നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, തങ്ങൾ ഈ അനധികൃത കുടിയേറ്റത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ബില്ല് ഭേദഗതി ചെയ്യുമെന്ന്. ഏതായാലും പുതിയ എമിഗ്രേഷൻ ആൻഡ് ഫോറിൻസ് ബിൽ 2025 നിലവിൽ വരുന്നതോടുകൂടി അനധികൃത കുടിയേറ്റത്തിൽ തടയിടാൻ കഴിയുമെന്നും അനധികൃതമായി ഇവിടെ താമസിക്കുന്നവർക്ക് ഇനി ജയിൽവാസവും ഒപ്പം പുറത്താക്കൽ നടപടികളും നേരിടേണ്ടി വരുമെന്നും ഈ ബില്ല് വ്യക്തമായി തന്നെ പറയുന്നു. ഏതായാലും ലോക്സഭയിൽ അമിത്ഷാ ഇത് സംബന്ധിച്ച് കർശനമായൊരു മുന്നറിയിപ്പാണ് നൽകിയത്. കാരണം തങ്ങൾ ഇത് കർശനമായി തന്നെ നടപ്പാക്കുമെന്നും ഇതൊരു ധർമ്മശാലയല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.